ഞാനിതേ ഈ നിൽക്കുന്നതാണ് ആറ്റിപ്പുറ അരശുമൂട് റോഡ്. അയ്യോ അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് ആറ്റിപ്പുറ അരശുമൂട് റോഡ് ആയിരുന്നു. ഏതാണ്ട് 8 വർഷം മുമ്പ് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നത്രേ. ഇപ്പം റോഡില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഏതാണ്ട് ഒരു തോട് ചെളി ഒക്കെ നിറഞ്ഞ ഒരവസ്ഥയാണ്. അതുമാത്രമല്ല, ഇവിടെ വലിയ വലിയ കുഴിയുണ്ട്. നമ്മളിനിയിപ്പോൾ കുഴി കാണാനും ഗുണ കേവ് കാണാനും അങ്ങ് കൊടൈക്കനാൽ വരെ ഒന്നും പോകണ്ട. ദേ ഇവിടെ ഗുണ കേവിനെക്കാട്ടിലും വലിയ കുഴികളുണ്ട്. ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഈ കുഴിയിൽ ഒരു കമ്പ് ഇറക്കി നോക്കി. എത്ര ആഴം ഉണ്ടെന്നൊന്നും അറിയണമല്ലോ. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇറക്കി നോക്കിയതാണ്. പക്ഷേ വലിയ കുഴിയാണ്. ആ കമ്പും കടന്ന് പിന്നെ അങ്ങോട്ട് താഴോട്ടുണ്ട്. ഇറങ്ങി നോക്കാൻ ചെറിയൊരു ധൈര്യക്കുറവ്. കാരണം മുങ്ങിച്ചത്ത് പോയാൽ ആരോടും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് മാത്രം. ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയായത് ഇന്നൊന്നും അല്ല. ഏതാണ്ട് 8 വർഷം മുമ്പാണ്. ഏതാണ്ട് 2016-17 കാലത്ത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നറിയാൻ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം. കാരണം ഞാൻ പറയുന്നതിൽ നന്നായിട്ട് അവർക്കത് പറയാൻ പറ്റും. 2016 മിഡിലോട് കൂടിയിട്ടാണ് ഈ റോഡിൽ സ്വീവേജ് പണിക്ക് വേണ്ടിയിട്ട് ടെൻഡർ ആയത്. അപ്പോൾ അന്ന് ഒരു 4ഓളം ബസ്സുകൾ ഉണ്ടായിരുന്ന ഒരു ബസ് റൂട്ടായിരുന്നു. മെയിനായിട്ടുള്ള ബസ് റൂട്ട് തന്നെയായിരുന്നു. ഹൈവേ വികസനം വരുന്നതിന് മുന്നേ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആശ്രയിച്ചിരുന്ന റോഡായിരുന്നു കുഴിവിള റോഡ്, അരശുമൂട് കുഴിവിള റോഡ്. ഈ സ്വീവേജ് പണിക്ക് വേണ്ടിയിട്ട് ഈ റോഡ് ഭാഗികമായിട്ട് ആദ്യം ക്ലോസ് ചെയ്തു. 2017 കൂടിയിട്ട് ഈ റോഡ് പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ റോഡ് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഏകദേശം 8 വർഷത്തിന് മുകളിലാകുന്നു. ആദ്യം വെള്ളം കയറി എല്ലാവരും വന്നൊക്കെ നോക്കി നമ്മൾ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ഇതിലോട്ടൊന്നും വരുന്നില്ല. പിന്നെ 2ാമത്തെ തവണയായി, 3ാമത്തെ തവണയായി, 4ാമത്തെ തവണയായി ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒക്ടോബർ പകുതിയിലെ വെള്ളക്കെട്ടിന് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ, ഏകദേശം ഒരു 10-30 പേരിൽ കൂടുതൽ അവിടെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കി ഞങ്ങളൊരു പ്രതിഷേധ ജാഥയെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കുറ്റം റോഡിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചാൽ അവൻ്റെ രാഷ്ട്രീയം ഏതാണ്, ആ രാഷ്ട്രീയമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ഒന്നാണ്, അത് വേണ്ടതാണെന്നുള്ള രീതിയിലല്ല. വർഷം കഴിഞ്ഞിട്ടും ഇത്രയും സമരങ്ങൾ നടന്നിട്ടും ഇവിടെ ഒരു പണി പോലും ചെയ്തില്ലേ എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? അങ്ങനെ ചോദിക്കാൻ പാടില്ല. പുറകിൽ പണി നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വെറും പണിയല്ല, കൊടും മഴയത്തും എടുത്ത കുഴിയിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞുള്ള പണിയാണ് ഇവിടെ നടക്കുന്നത്. പൊളിച്ചും പണിതും പൊളിച്ചുമൊക്കെ ഈ പണി എത്ര കാലം ഇങ്ങനെ നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു ധാരണയുമില്ല. പിന്നെ നടക്കാൻ നല്ലൊരു റോഡ് വേണമെന്നുള്ളത് കൊണ്ട് ഇവിടുത്തുകാർ ഇതിന് പിന്നാലെ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രം. ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.